കൂട്ടുകാരെ കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടയുടെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സൂപ്പർ അടയുടെ റെസിപ്പിയാണ്. അതും നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോതമ്പ് കൊണ്ടുള്ള അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആദ്യം ഒരു പാത്രം എടുത്തു. പാത്രത്തിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ, അതായത് ഒരു അളവ് എന്ന് പറയാൻ ഒരു 3 കപ്പ് ദേ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എത്രയാണ് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ എത്രയ്ക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ ഞാൻ ഒഴിക്കുന്നത്, സാധാരണ നോർമലായിട്ടുള്ള പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് എല്ലാ ഭാഗത്തേക്ക് എത്തണ വിധം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അങ്ങോട്ട് കൂടിപ്പോയാൽ ഗോതമ്പ് ദോശയാവും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് മാവ് എടുക്കണതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടാണ് കേട്ടോ, നമ്മൾ കയ്യിലോണ്ടൊന്നും ഇളക്കിക്കൊണ്ട് ശരിയാവില്ല. നമ്മൾ കയ്യിലോണ്ടൊന്ന് കറക്റ്റ് പാകത്തിനാക്കിയിട്ട് ദോശമാവിനാവാത്ത പാകത്തിന് കേട്ടോ, അതായത് ചപ്പാത്തി പാടില്ല, ദോശമാവാൻ പാടില്ല, അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ വരുന്നൊരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിന് നമ്മൾ ഈ കൈ കൊണ്ട് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് മാവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മാവായിരിക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെറ്റപ്പാക്കിയിട്ട് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ മാവ് എടുത്ത് വരിക കേട്ടോ. നമുക്ക് അതിന് മുന്നേ ഞാൻ മാവിലേക്ക് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ശർക്കരയല്ല കേട്ടോ ഇടുന്നത്, എനിക്കിങ്ങനെ പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് അട ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നാളികേരം നന്നായി മിക്സ് ചെയ്യുക. ഈ നാളികേരത്തിൽ മറ്റേ ഏലക്കായ ചേർക്കേണ്ടവർക്ക് ഏലക്കായ ചേർക്കാം. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടി വേണമെങ്കിൽ ചേർക്കണവർക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ നാളികേരമൊക്കെ വാട്ടി അങ്ങനെ വരട്ടി വരില്ലേ, ആ സംഭവം വേണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് വെക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, ഏലക്കായ ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ പഞ്ചസാരയും നാളികേരം മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം നോക്കി നോക്കിയാൽ. അപ്പോൾ മാവ് എടുത്തിട്ടുണ്ട്. മാവ് എണ്ണയൊക്കെ നന്നായിട്ട് എല്ലാത്തിലേക്കും പരറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് അടയാണ് കേട്ടോ. കണ്ട മാവിൻ്റെ പരുവം കണ്ടില്ലേ, ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആവണം. കണ്ടില്ലേ, നമ്മൾ കുറച്ചും കൂടി വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി, കുറച്ച് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ദോശ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലുള്ളൊരു പരിവാണ് കേട്ടോ അപ്പോൾ ഇത്. അപ്പോൾ ഞാൻ ഒരു 5 ഇല എടുത്തിട്ടുണ്ട്. 5ലേക്കും കുറച്ച് പാട്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ അട ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ 5 ഇലയിലേക്കും എല്ലാ മാവും അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരത്താൻ വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. മാവ് നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് വേഗം നന്നായി നൈസായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. കട്ടിയിൽ പരത്തി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നൈസായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പരത്തുമ്പോൾ ജസ്റ്റ് ഇത്തിരി വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ നൈസായിട്ട് പോകും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള അടയാണ് കേട്ടോ. നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ നല്ല കനം കുറവിൽ പരത്താൻ പറ്റും. അതാണ് നമ്മൾ കറക്റ്റ് പാകത്തിന് വെള്ളം എടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ലേ, കൂടിക്കഴിഞ്ഞാൽ ഈ അളവിലൊന്നും കിട്ടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയാവും, കൂടിക്കഴിഞ്ഞാൽ ദോശയാവും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലുള്ളൊരു പരിവാണ് കേട്ടോ നമ്മൾ ഈ ഇടയ്ക്ക് പറ്റുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ 5 എണ്ണം വേഗം ഒന്ന് ഞാൻ പരത്തിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ 5 ഇലയിലും പരത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നാളികേരം ഒന്ന് എല്ലാത്തിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ എല്ലാത്തിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 എണ്ണം ഞാൻ ഒരുമിച്ചാണ് പരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാത്തിലും ഞാനത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നാളികേരം മതി, ഗോതമ്പ് അടയാണല്ലോ, അധികം നാളികേരം അങ്ങോട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറേശ്ശെ നാളികേരം എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇത് സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടയുടെ റെസിപ്പി. അതും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല ടേസ്റ്റുള്ള മഴക്കാലത്ത് ഈ അടയും കട്ടൻ ചായയും ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് നമ്മൾ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിക്കുകയല്ല,
ചുട്ടെടുത്ത അടയാണ് കേട്ടോ, ഗോതമ്പട ചുട്ടെടുത്തത് കേട്ടോ. അപ്പോൾ ദാ നാളികേരം എല്ലാത്തിലേക്ക് ആയപ്പോൾ ഞാൻ ദേ എല്ലാം ദേ മടക്കി ദേ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ദേ 5 അടയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല പതുക്കെ തന്നെ നമുക്ക് ദേ മടക്കി എടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മാവ് നല്ല സോഫ്റ്റ് ആയ കാരണം ഭയങ്കര ഇതിലാട്ടോ, കനം കുറവായിട്ടാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചുട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേ ഒരു പഴയ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ പാനിലേക്ക് നമ്മുടെ ഈ അട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പാനിൽ നമുക്ക് 2 അട ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരെണ്ണം ഈ നടുഭാഗം അവസ്ഥയ്ക്ക് ഇങ്ങെടുത്ത് ഇടണം കേട്ടോ, സൈഡിലേക്കത്തെ ഭാഗം ഇടണം. കാരണം ഈ ഭാഗം കുറച്ച് കട്ടി കൂടിയതല്ലേ, അപ്പോൾ നന്നായി വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സെൻറ്ററിലുള്ള ആ ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ സൈഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേവ് ശരിക്കും കറക്റ്റ് പാകത്തിന്, മൂടിയൊന്നും വെക്കേണ്ട. ജസ്റ്റ് പെട്ടെന്നൊന്ന് ആയ സ്ഥിതിക്ക് വേഗം തന്നെ നമുക്ക് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. മറിച്ചിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പതുക്കെ മറിച്ചിടണേ. അപ്പോൾ അത് ആ ഒരു ഭാഗം അടുത്ത ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതേ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഇലയൊന്ന് തുറന്ന് നോക്കുമ്പോൾ അറിയാം. നമുക്കിതേ കണ്ടില്ലേ, നന്നായി നമ്മുടെ ഗോതമ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആട്ടയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരെണ്ണം തുറന്ന് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇതേ നല്ലോണം കനം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമുക്ക് അട ഒരെണ്ണം കഴിച്ച് നോക്കി നോക്കാം. കണ്ട നൈസാണ്. പിന്നെ അധികം വേവാത്ത എന്താ പറയുക, വേവില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ചുട്ടെടുത്തിട്ട് പാകത്തിന് വേവുണ്ട് കേട്ടോ. മഴക്കാലത്ത് ഈ ഒരു അടയും കട്ടൻ ചായയും കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.